Assalamu alaikum warahmatullahi wabarakatuh. നമസ്കാരം ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡ് ആണ്. സിമ്പിൾ മാംഗോ സാലഡ് ആണ് ഇത്. ഇപ്പോൾ മാങ്ങയുടെ എല്ലാം സീസൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഈ മാംഗോ സാലഡ് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഡിന്നറിന് നല്ലൊരു ഡിഷായി നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഇഫ്താറിന്റെ സമയത്തും നമുക്ക് ഇതിനെ സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെ വളരെ ഈസിയായി ഈ മാംഗോ സാലഡ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സീഡ്സ് എല്ലാം നമുക്ക് കളയാം. ഞാൻ ഇതിനെ മുറിച്ചെടുത്തിട്ടുണ്ട്, ഇതിന്റെ സീഡ്സ് എല്ലാം കളയാം. ഇനി ഇതിനെ ഞാൻ ചെറിയ പീസുകളാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഈ ക്യാപ്സിക്കത്തിനെ ഒരു ബൗളിലോട്ട് എടുക്കാം. ഇനി നമുക്ക് മാങ്ങ എടുക്കാം. മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ മുറിച്ചെടുക്കാം. നമുക്ക് ഇതിനെ വീണ്ടും ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. 250-300 ഗ്രാമോളം വരുന്ന വലിയൊരു മാങ്ങ തന്നെയാണിത്. ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഈ മാങ്ങയെ നമ്മുടെ വെസലിലോട്ട് എടുക്കാം. ഇനി നമുക്ക് ഡ്രസ്സിംഗ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതിനുവേണ്ടി ഞാൻ 4 ടേബിൾ സ്പൂൺ സവാള എടുത്തിട്ടുണ്ട്. ഇതും ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അടുത്തതായി നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുക്കാം. ഈ ചില്ലി ഫ്ലേക്സിന് പകരമായിട്ട് നമുക്ക് പച്ചമുളക് എടുത്താലും മതി. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ നാരങ്ങയാണ് ചേർക്കുന്നത്. ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിന്റെ ജ്യൂസാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. സാധാരണ സാലഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഒലിവ് ഓയിലും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ മാങ്ങ നല്ല മധുരത്തിലാണ് കഴിക്കുക. ഇത് അതിൽ നിന്നൊരു ഡിഫറെന്റ് ആയിരിക്കും. നമുക്കിതിലോട്ട് മല്ലിയില ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ സാലഡിനെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാന് 1-2 മണിക്കൂർ ഇത് നന്നായി തണുത്ത് വരട്ടെ. അപ്പോഴേക്കിനും ഒലിവ് ഓയിലിന്റെ ഫ്ലേവർ എല്ലാം ഒന്ന് പോകും. അതുപോലെ തന്നെ ഉപ്പും എരിവും എല്ലാം ഈ മാങ്ങയിൽ പിടിക്കും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാലഡായി മാറും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സാലഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.